ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റോഡില് കോട്ടയം ജില്ലയിൽ തന്നെയാണ് ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റോഡില് പെണ്ണാക്കനാടിന് സമീപത്തായിട്ട് 2400 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് ഉടമ താമസിക്കുവാൻ വേണ്ട പുതുപുത്തൻ വീട് ഇവിടെ വിൽപ്പനയ്ക്ക് വന്നിരിക്കുക. ചോദിക്കുന്ന വില 90 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ്. മുറ്റമൊക്കെ നല്ല ബ്രിക്സ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി എടുത്തിരിക്കുന്ന നല്ല അടിപൊളി വീട് ഇവിടെ വിൽപ്പനയ്ക്ക്. ബസ് റോഡുമായിട്ട് ഒരു 100-150 മീറ്റർ ദൂരം മാത്രമാണ്. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോ ദൃശ്യങ്ങളുടെ വേഗം ഒന്ന് കടന്നു ചെല്ലാം. ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റോഡിൽ പിണ്ണാക്കനാടിന് സമീപത്താണ് ഈ അതിമനോഹരമായിട്ടുള്ള ഈ ഗംഭീരമായിട്ടുള്ള ഭവനം വന്നിരിക്കുന്നത്. 11 സെന്റ് സ്ഥലത്തിനകത്ത് ഈ 2 നില വീട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. ഇതുകൊണ്ട് നല്ലൊരു പ്ലാവുണ്ട് മുറ്റത്ത്. നല്ലൊരു പ്ലാവൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കിയിട്ടിരിക്കുന്ന നല്ല ഇന്റർലോക്കൊക്കെ ഇട്ടിരിക്കുന്ന നല്ലൊരു മുറ്റം. ഈ മുറ്റത്ത് വീടിൻ്റെ വ്യൂ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഞാൻ എൻ്റെ വണ്ടി ഇട്ടിട്ട് ഇനിയും വണ്ടി അങ്ങോട്ട് കയറ്റി ഒതുക്കിയിടാമായിരുന്നു. എങ്കിൽ ഒരു 6-7 വണ്ടി കയറ്റിയിടാൻ മാത്രം വലിപ്പമുള്ള മുറ്റമുണ്ട്. ഇഷ്ടം പോലെ കിണർ വെള്ളമുള്ള ഒരു മേഖലയാണ്. നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ്. നല്ല ആൾക്കാർ താമസിക്കുന്ന നല്ലൊരു ഏരിയയാണ്. വീടിൻ്റെ വ്യൂ കണ്ടു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള വ്യൂവിലിരിക്കുന്ന നല്ലൊരു വീടാണിത്. നമുക്ക് വേഗം അകത്തേക്ക് പ്രവേശിക്കാം. ഒത്തിരി വീഡിയോസൊക്കെ എടുക്കാനുണ്ട്. ഒത്തിരി ആൾക്കാർ വിളിച്ച് പറയുന്നുണ്ട് വീഡിയോസ് എടുക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒട്ടും താമസിക്കേണ്ട, നമുക്ക് വേഗം അകത്തേക്ക് പ്രവേശിക്കാം. തേക്കൻ തടി കൊണ്ടുള്ള ജനൽപ്പാളികൾ, തേക്കൻ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറ് എല്ലാം കണ്ടുകൊണ്ട് നമ്മൾ നല്ല ഇൻറ്റീരിയർ വർക്കോടുകൂടി അകത്തേക്ക് കയറുകയാണ്. ഉടമ താമസിക്കുവാൻ വേണ്ടി പണിത വീടാണ്. നല്ലൊരു പാർട്ടീഷൻ വർക്കുണ്ട്, നല്ലൊരു TV യൂണിറ്റിൻ്റെ പോയിന്റ് ഉണ്ട്. ഫർണിച്ചറൊക്കെ അവർ കൊണ്ടുപോകും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് നല്ലൊരു പാർട്ടീഷൻ വർക്ക് കടന്ന് നമ്മൾ ഡൈനിങ് ഹാളിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇത് നല്ലൊരു രൂപക്കൂടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ രൂപങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ലൊരു ഡൈനിങ് ടേബിൾ ഇട്ടിട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ഡൈനിങ് ഹാളിൻ്റെ വലിപ്പം എത്രയോ വലിപ്പമാണെന്ന്. നല്ല ഒരു ജിപ്സം വർക്കുകൾ, ലൈറ്റ് അറേഞ്ച്മെൻറ്റുകൾ എല്ലാം കണ്ടുകൊണ്ട് ഇത് ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. അതിനു മുൻപ് നമുക്ക് കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. ആദ്യം തന്നെ കിച്ചൺ കണ്ടേക്കാം. ഇവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്. നല്ല കബോർഡ് വർക്കുകൾ, നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടിരിക്കുന്ന നല്ല കബോർഡ് വർക്കുകളാണ് ഇവിടെ വന്നിരിക്കുക. ഇവിടുന്ന് നമ്മൾ ഇവിടെയാണ് നമ്മുടെ വർക്ക് ഏരിയ വന്നിരിക്കുന്നത്. പുകയില്ലാത്ത അടുപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് വീഡിയോ എടുത്ത് പോവുകയാണ്. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നില്ല. കാരണം അവരുടെ ഒരു പ്രൈവസി എന്ന് നമ്മൾ ആദ്യകാലത്ത് വീഡിയോ ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. കാരണം ഫാമിലി താമസിച്ചുകൊണ്ടിരിക്കുന്നതാകുമ്പോൾ അവർക്ക് അവരുടേതായ ഒരു പ്രൈവസി വേണം. അതുകൊണ്ട് നമ്മൾ ഒത്തിരി അങ്ങ് വീഡിയോ ചെയ്ത് അത് നമുക്കൊരു അങ്ങനെ ഒരു ചിന്ത എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. അതുകൊണ്ട് 2 കട്ടിലിട്ടിട്ടും വീടിൻ്റെ ബെഡ്റൂമിൻ്റെ വലിപ്പം ഒന്ന് നോക്കിയാൽ മതി. നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ. ഇവിടെയാണ് നമ്മുടെ ഡ്രസ്സിങ് ഏരിയ. അവിടെ കബോർഡുണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റ്, അത്യാവശ്യം വലിപ്പമുള്ള ടോയ്ലറ്റുകളാണ്. അവിടെ ഷവർ, ചൂടുവെള്ളത്തിനുള്ള പൈപ്പ് ലൈന്, അതുപോലെ തന്നെ എക്സോസ് ഫാൻ, ഇങ്ങനെ എല്ലാ സംവിധാനങ്ങളോടും കൂടിയുണ്ട്. ഇവർ താമസിക്കുവാൻ വേണ്ടി പണിതതാണ്. അത്യാവശ്യ കാരണത്താൽ തറവാട്ടിലേക്ക് മാറിപ്പോകേണ്ടത് കൊണ്ട് തന്നെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. ഇവിടെ നിന്ന് നമ്മുടെ വാഷ് ഏരിയയൊക്കെയാണെങ്കിലും മനോഹരമാക്കിയിട്ടുണ്ട്. നല്ല എന്താ പറയുക, നല്ല വാഷ് കൗണ്ടറാണ് ഇവിടെ ചെയ്തിരിക്കുക. ലൈറ്റ് തെളിയുന്നതാണ്. ഞാൻ പെട്ടെന്ന് എടുത്ത് കഴിഞ്ഞപ്പോൾ തെളിഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് അടുത്ത ബെഡ്റൂം ഇവിടെയാണ്. ഇവിടെ താഴത്തെ നിലയിൽ 2 ബെഡ്റൂമും മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുമാണ്. 4 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടാണ്. ചോദിക്കുന്ന വില നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. 90 ലക്ഷം രൂപ ചോദിക്കുന്നു. നെഗോഷ്യബിൾ എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുക. 2400 സ്ക്വയർ ഫീറ്റോളം ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ 2400 സ്ക്വയർ ഫീറ്റ് നല്ല ക്വാളിറ്റിയിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അതൊരു കാര്യത്തിൽ 100% നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. വീടിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് 100% നല്ല ക്വാളിറ്റിയിലാണ്. ഓരോ പണികളും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മെറ്റീരിയലുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്ന്. ഇവിടെ നിന്ന് നമ്മൾ നേരെ മുകളിലത്തെ നിലയുടെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. മുകളിലത്തെ നിലയിൽ ചെറിയൊരു ഹോള് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒരു ഫാമിലി ലിവിങ് ഏരിയ അല്ലെങ്കിൽ സ്റ്റഡി ഏരിയ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയൊരു ഹോള് ഇവിടെ കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ഏരിയ ഉണ്ട്. തുണിയൊക്കെ അലക്കി ഉണങ്ങാനിടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓപ്പൺ ടെറസ് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്.
നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ, നല്ല വലിപ്പമുള്ള ഹാള്, നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാള്, ടോയ്ലറ്റുകളൊക്കെ ആണെങ്കിൽ നല്ല വലിപ്പമുള്ള ടോയ്ലറ്റുകൾ, അങ്ങനെ സൗകര്യങ്ങൾ കൊണ്ട് വീടിനകത്തേക്ക് കയറിയാൽ നമുക്കൊരിക്കലും എന്താ പറയുക, ഒരു സൗകര്യങ്ങൾ വലിപ്പമില്ലാത്ത ബെഡ്റൂം ആണെങ്കിൽ തന്നെ നമുക്കൊരു ഇറിറ്റേഷൻ ആയിരിക്കും. അങ്ങനെയുള്ളൊരു തോന്നലൊന്നും ഉണ്ടാവില്ല. നല്ല സൗകര്യമുണ്ട്. മാത്രമല്ല വീടിന് നല്ലൊരു അഴകുള്ള വീടാണ്. പുതിയ വീടാണ്. ഏകദേശം 1 മാസം ആകുന്നതേ ഉള്ളൂ വീട് കൺസ്ട്രക്ഷൻ ചെയ്തിട്ട്. അപ്പോൾ നല്ലൊരു അഴകുള്ള വീട്, നല്ലൊരു ഏരിയയിലിരിക്കുന്ന വീട്, വെള്ളം കയറാത്ത മേഖലയിലിരിക്കുന്നു. എന്നാൽ ഇഷ്ടം പോലെ വെള്ളം ലഭിക്കുകയും ചെയ്യുന്ന നല്ല ഒരു അച്ചായന്മാരുടെ ഏരിയയിലിരിക്കുന്ന നല്ലൊരു വീടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വീട് പ്രോപ്പർട്ടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ. വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഈ വീട് കാണണം എന്ന ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമയമാണ് ഞങ്ങളുടെ സമയം. നിങ്ങളുടെ സമയത്തിൻ്റെ വില ഞങ്ങളെപ്പോഴും നമ്മൾക്കൊരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഏത് സമയത്ത് വരാൻ പറ്റിയാലും ഒരു അരമണിക്കൂർ മുന്നേ ഒന്ന് വിളിച്ചേക്കുക. കാരണം നിങ്ങളെ ഒത്തിരി വെയിറ്റ് ചെയ്യിപ്പിക്കാതെ വന്ന് കാണിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് വരാൻ പറ്റുന്നതിന് അരമണിക്കൂർ മുന്നേ ഒന്ന് വിളിച്ചാൽ ഞങ്ങൾ ഈ പ്രോപ്പർട്ടി കാണിക്കുവാനായിട്ട് വരുന്നതാണ്. അപ്പോൾ പുതുപുത്തൻ വീഡിയോസുമായി നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.